നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജാക്ക് F4 എന്ന് പറഞ്ഞ തയ്യൽ മെഷീനിൽ വരുന്ന എറർ കോഡുകളാണ് കേട്ടോ. അപ്പോൾ 1-2 പേര് വാട്സപ്പിൽ ചോദിച്ചിരുന്നു ഈ എറർ കോഡുകൾ എന്താ എന്നുള്ളത്. അപ്പോൾ എല്ലാ എറർ കോഡും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാൻ ഒരുപാട് എറർ കോഡുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്നുള്ളതാണ് ആദ്യം നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലത്തെ ഒരു എറർ കോഡാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം അത് ലോ വോൾട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ എറർ കോഡാണ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഈ മോട്ടോർ ഒരുപാട് നേരം വർക്ക് ചെയ്തിട്ട് ഹീറ്റ് ആവുക, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ എറർ കോഡ് വരുന്നത്. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് കുറച്ച് നേരം ഓഫാക്കിയിട്ട് ഓണാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് E2 എന്ന് പറഞ്ഞതാണ് കേട്ടോ. E2വും ഇതേപോലെ തന്നെ നമ്മൾ IGBT ഹീറ്റ് ആകുമ്പോൾ വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഇതേപോലെ അടുത്ത എറർ കോഡാണ് കാണിക്കുന്നതെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ മോട്ടോർ ഒന്ന് ഓഫാക്കണേ. ഇനി E4 എന്ന് പറയുന്നത് പറഞ്ഞാൽ നീഡിലിൻ്റെ പൊസിഷൻ മാറിക്കെടുക്കുമ്പോഴാണ് ഈ ജാക്ക് 4ൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മെയിനായിട്ട് നമ്മൾ നീഡിലിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മൾ E4 എന്ന് പറഞ്ഞ എറർ കോഡാണ് വരുന്നത് എങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം അതാണ്. ഇനി E5 ആണെങ്കിലും ഏകദേശം നീഡിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. E5 വരികയാണെങ്കിൽ നമ്മൾ അതിലെ മൈനസ് എന്ന് പറയുന്ന അത് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ. അപ്പോൾ E5ൽ വരുന്ന ഒരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ E5 എന്ന് പറയുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് E6 എന്ന് പറയുന്നതാണ്. E6 നമുക്ക് നോർമലായിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മോട്ടറിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വയർ എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വയറിൽ കണക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ E6 എന്ന് പറയുന്ന എറർ കോഡ് വരുന്നത്. E6 എന്ന് പറയുന്നത് എപ്പോഴും മോട്ടറിൻ്റെ വയർ സംബന്ധമായിട്ടാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് E7 ആണ്. E7 നമുക്ക് നോർമലി തയ്യൽ മെഷീൻ്റെ ഹെഡ് സംബന്ധമായിട്ടുള്ളതാണ് കേട്ടോ. ഹെഡ് സംബന്ധമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്യൽ മെഷീൻ്റെ ഹെഡ് നമ്മൾ പൊക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് E7 എന്ന് പറയുന്നത് എറർ കോഡ് വരുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഹെഡ് പ്രോപ്പറായിട്ട് വെക്കുക എന്നുള്ളതാണ്. EB എന്ന് പറഞ്ഞ എറർ കോഡാണെങ്കിൽ ഇത് ഓവർ വോൾട്ടേജ് ആണ് കേട്ടോ. നമുക്കൊരു 220ൻ്റെ മേലൊക്കെയാണ് വോൾട്ടേജ് നമ്മളെ ഇതിൽ കറണ്ട് വരുന്നതെങ്കിൽ നമുക്ക് EB എന്ന് പറഞ്ഞിട്ടുള്ള എറർ കോഡാണ് വരിക. ഇത് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളെ സിസ്റ്റത്തിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വോൾട്ടേജ് വേരിയേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യണം. EC എന്ന് പറഞ്ഞാൽ അത് നേരെ തിരിച്ചാണ്, ലോവർ വോൾട്ടേജ് ആണ് കേട്ടോ. വോൾട്ടേജ് കുറയുന്ന സമയത്താണ് EC എന്ന് പറയുന്ന എറർ കോഡ് കാണിക്കുന്നത്. അപ്പോൾ